CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലപ്പുറം ഷാബാസ് ഷെരീഫ് വധക്കേസിൽ മുഖ്യപ്രതി ഷൈബിൻ അഷറഫിന് 13 വർഷവും 9 മാസവും ശിക്ഷ. ഏറെ കോളിളക്കമുണ്ടാക്കിയ ഷാബാസ് ഷെരീഫ് വധക്കേസിൽ 3 പേർ കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതിയുടേതാണ് വിധി. ഗജവീരന്മാർ, ഇണക്കാളകൾ, അലങ്കാരത്തേര്, കുതിര, കാളകൾ ഇവയെല്ലാം സംഗമിച്ച് കോതകുറിശി ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിൽ പൂരം വർണ്ണാഭമായി. ഒഴുകിയെത്തിയ 10,000 ചേറമ്പറ്റക്കാവിൽ അരങ്ങേറിയ ചാരുതയാർന്ന പകൽപൂരത്തിന് സാക്ഷികളായി. മലപ്പുറം ആലത്തൂർപ്പടി മച്ചിങ്ങലിൽ മരത്തിന്റെ കൂറ്റൻ ശിഖരം ഓടിക്കൊണ്ടിരിക്കുന്ന ടിപ്പർ ലോറിക്ക് മുകളിൽ പൊട്ടിവീണു. ലോറിയുടെ ക്യാബിനും സ്റ്റിയറിംഗിനും ഇടയിൽ കുടുങ്ങിയ ഡ്രൈവറെ അഗ്നിരക്ഷാസേനയെത്തിയാണ് പുറത്തെടുത്തത്. മലപ്പുറം ഷാബാസ് ഷെരീഫ് വധക്കേസിൽ മുഖ്യപ്രതി ഷൈബിൻ അഷറഫിന് 13 വർഷവും 9 മാസവും ശിക്ഷ. ഏറെ കോളിളക്കമുണ്ടാക്കിയ ഷാബാസ് ഷെരീഫ് വധക്കേസിൽ 3 പേർ കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതിയുടേതാണ് വിധി. മൈസൂരിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിനെ നിലമ്പൂരിൽ വെച്ച് കൊലപ്പെടുത്തിയ കേസിൽ 1-ാം പ്രതി ഷൈബിൻ അഷറഫിന് 11 വർഷവും 9 മാസം തടവും, 2-ാം പ്രതി ഷിഹാബുദ്ദീന് 6 വർഷവും 9 മാസവും, 6-ാം പ്രതിക്ക് 3 വർഷവും 9 മാസവും തടവുമാണ് ശിക്ഷ. 3 പ്രതികൾ കുറ്റക്കാരെന്ന് നേരത്തെ കോടതി കണ്ടെത്തിയിരുന്നു. ഇവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. കേസിലെ 9 പ്രതികളെ വെറുതെ വിട്ടിരുന്നു. 1-ാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം 1-ാം പ്രതി 120B, അത് ഗൂഢാലോചന, അതുപോലെ തന്നെ 347, തെളിവ് നശിപ്പിക്കൽ 201, പിന്നെ നരഹത്യ. അങ്ങനെ 4 ഇത് പ്രകാരമാണ്, വകുപ്പുകൾ പ്രകാരമാണ് 1-ാം പ്രതിയെ കുറ്റക്കാരാണെന്ന് കണ്ടിട്ടുള്ളത്. അതിന് കൊടുത്തിട്ടുള്ള ശിക്ഷ 120B അനുസരിച്ച് 2 വർഷം, 347 3 വർഷം, 201 9 മാസം, 304 8 കൊല്ലം. ഇതിൽ വളരെ പ്രസക്തമായിട്ടുള്ളത് ഈ ശിക്ഷാവിധി വ്യത്യസ്തമായിട്ട് തന്നെ അനുഭവിക്കണം. ഓരോന്നും വ്യത്യസ്തമായിട്ട് അനുഭവിക്കണം, ഒന്നിച്ച് അനുഭവിച്ചാൽ പോരാ. അപ്പോൾ മൊത്തം 13 വർഷവും 9 മാസവുമാണ് 1-ാം പ്രതിക്ക് ഈ കേസിൽ കോടതി ശിക്ഷ വിധിച്ചു. 2020 ഒക്ടോബർ 8-നാണ് ഷാബാസ് ഷെരീഫ് കൊല്ലപ്പെട്ടത്. 2019 ഓഗസ്റ്റിലാണ് സംഭവങ്ങളുടെ തുടക്കം. ഒറ്റമൂലി രഹസ്യം കൈക്കലാക്കാൻ വേണ്ടി നിലമ്പൂർ മുക്കട്ടയിലെ ഷൈബിൻ അഷറഫിന്റെ സംഘം ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുവരികയായിരുന്നു. 1 വർഷത്തിലധികം മുക്കട്ടയിലെ വീട്ടിൽ തടവിൽ പാർപ്പിച്ചു. 2020 ഒക്ടോബറിൽ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. CCN മലപ്പുറം. ഗജവീരന്മാർ, ഇണക്കാളകൾ, അലങ്കാരത്തേര്, കുതിര, കാളകൾ ഇവയെല്ലാം സംഗമിച്ച് കോതകുറിശി ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിൽ പൂരം വർണ്ണാഭമായി. ഒഴുകിയെത്തിയ 10,000 ചേറമ്പറ്റക്കാവിൽ അരങ്ങേറിയ ചാരുതയാർന്ന പകൽപൂരത്തിന് സാക്ഷികളായി. തേര് ക്ഷേത്രത്തിൽ ഒരു വലം വെച്ച ശേഷം അവകാശക്കാളയായ 52-ലെ കാള, നൊട്ടത്ത് കാള, അരിക്കത്ത് കാള, തൃക്കിടിരി ദേശക്കാള എന്നിവയും തട്ടകദേശങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഇണക്കാളകളും ക്രമമനുസരിച്ച് കാവേറി. തിറാപൂതനുകളും തെയ്യവും കാവടിയാട്ടവും വേഷങ്ങളും വിവിധ വാദ്യഘോഷങ്ങളും പൂരത്തിന് പ്രൗഢിയേകി. ചളവറ, പുലിയാരംകുന്ന്, കുറ്റിക്കോട്, തരുവക്കോണം, പാവുക്കോണം, അനങ്ങനടി, തൃക്കിടിരി, പത്തംകുളം, പാലക്കോട് എന്നീ ദേശങ്ങളിൽ നിന്നുള്ള ഗജവീരന്മാരും പടിഞ്ഞാറും കിഴക്കും വടക്കും ഭാഗങ്ങളിലായി നിലയുറപ്പിച്ച് കൂട്ടിയെഴുന്നള്ളിപ്പ് നടത്തി.
പഞ്ചവാദ്യവും പാണ്ഡിമേളവും അകമ്പടിയായി. പുലിയാനംകുന്ന് ശ്രീകൃഷ്ണക്ഷേത്രം വേലയിൽ കുടമാറ്റവും ഉണ്ടായി. ക്ഷേത്ര പ്രദക്ഷിണം പൂർത്തിയാക്കിയ ഇണക്കാളകൾ എ, ബി വിഭാഗങ്ങളിൽ പൂരപ്പറമ്പിൽ അണിനിരന്നു. മുഴുവൻ വേലകളും പ്രദക്ഷിണം പൂർത്തിയാക്കി ഭഗവതിയെ തൊഴുതു കാവിറങ്ങിയതോടെ പകൽപൂരത്തിന് സമാപനമായി. തുടർന്ന് ചളവറ ദേശത്തിന്റെയും പുലിയാനംകുന്ന് ദേശത്തിന്റെയും വെടിക്കെട്ടുമുണ്ടായി. രാത്രി പൂരത്തിന് വിവിധ പൂരാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തായമ്പക അരങ്ങേറി. മേളത്തിന്റെ അകമ്പടിയോടെയായിരുന്നു രാത്രിപൂരം എഴുന്നള്ളിപ്പ്. CCN ചെർപ്പുളശ്ശേരി. മലപ്പുറം നിയോജക മണ്ഡലത്തിലെ പട്ടയ അസംബ്ലിയും MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും വില്ലേജ് ഓഫീസുകൾക്ക് അനുവദിച്ച IT ഉപകരണങ്ങളുടെ വിതരണവും നടത്തി. മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി പി ഉബൈദുള്ള MLA ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം മണ്ഡലത്തിലെ ഓഫീസുകളിൽ ഓഫീസ് സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 2024-25 വർഷത്തെ MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 5.51 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് മലപ്പുറം, പാണക്കാട്, മേൽമുറി, പൂക്കോട്ടൂർ, പുൽപ്പറ്റ, മൊറയൂർ, പന്തല്ലൂർ, ആനക്കയം, കോഡൂർ വില്ലേജുകൾക്ക് കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, പ്രിന്ററുകൾ എന്നിവ വിതരണം ചെയ്തത്. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും ഭൂരേഖ, എല്ലാ രേഖകളും സ്മാർട്ട് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായാണ് റവന്യൂ വകുപ്പിന് കീഴിൽ മലപ്പുറം മണ്ഡലം തല പട്ടയ അസംബ്ലി സംഘടിപ്പിച്ചത്. അവരൊക്കെ പ്രത്യേകം താല്പര്യത്തോടാണ്. നമ്മൾ ഫണ്ട് കൊടുത്താൽ പോലും വലിയ കാലതാമസത്തെ ഇംപ്ലിമെന്റ് ചെയ്ത് തന്നെയാണ് എടുക്കുന്നുണ്ട്. അപ്പോൾ അവരും കൂടെ താല്പര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 3 തഹസിൽദാർമാരെയും സംസാരിക്കുന്നില്ല. ഇതിനുവേണ്ടി വളരെ ശക്തമായി ഈ ആവശ്യം ഉന്നയിച്ച നമ്മൾ 9 വിദ്യാഭ്യാസന്മാരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അങ്ങനത്തെ അതുകൊണ്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ തരാൻ പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ കാര്യമല്ല, ജനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനം കൃത്യമായി ചെയ്തു കൊടുക്കണം എന്ന അമിതമായ താല്പര്യമാണ് യഥാർത്ഥത്തിൽ വലിയ ഓഫീസർമാർ ഈ ആവശ്യം ഉന്നയിക്കാൻ കാരണം എന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു. ദീർഘമായി സംസാരിക്കുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ പട്ടയ അസംബ്ലിയുടെ പ്രാധാന്യം നമുക്കെല്ലാവർക്കറിയാം. എല്ലാ ജനപ്രതിനിധികളെയും വിളിച്ച് വർഷങ്ങളായി താമസിക്കുന്ന സ്ഥലത്തിൽ പട്ടയം ലഭിക്കാത്ത എത്രയോ ആളുകൾ നമുക്കുണ്ട്. പട്ടയത്തിന് അപേക്ഷ കൊടുത്താൽ
പട്ടയം ലഭിക്കാൻ വർഷങ്ങൾ കാത്തിരിക്കുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഓരോ നിയോജക മണ്ഡലത്തിലും പട്ടയവുമായി ബന്ധപ്പെട്ട നിൽക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ MLA-യുടെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികൾ യോഗം ചേർന്ന് അങ്ങനെ സംവിധാനത്തിൽ രൂപം കൊടുത്തു. ജില്ലാ കളക്ടർ VR വിനോദ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാരാട്ട് അബ്ദുറഹ്മാൻ, നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി എന്നിവർ പങ്കെടുത്തു. ADM NM മെഹറലി സ്വാഗതവും ഏറനാട് തഹസിൽദാർ മുകുന്ദൻ നന്ദിയും പറഞ്ഞു. CCN മലപ്പുറം. ഷൊർണൂർ നിയോജക മണ്ഡലം ഖത്തർ KMCC ഇഹ്സാൻ 2025 എന്ന പേരിൽ റിലീഫ് വിതരണവും പ്രവർത്തക സംഗമവും നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. അറിയാലോ, ഇതിന്റെ തുടക്കം, നമ്മുടെ റിലീഫിന്റെ തുടക്കം എന്താണെന്ന് ചോദിച്ചാൽ കോഴിക്കോട് വലിയങ്ങാടി ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹിമാൻ വാഫഖി തങ്ങൾ എന്ന അന്നത്തെ ലോകോത്തര മുതലാളി, അന്ന് യൂസ്ഫലി ഇല്ല, അന്ന് ആസാദ് മൂപ്പരൊന്നുമില്ല, അന്ന് കല്ലറ അബ്ബാസാജി, അതുപോലെ തന്നെ കുഞ്ഞാലൂർ സാഹിബിന്റെ അമ്മൂസൻ, പിന്നെ മമ്മുവാജി, അങ്ങനെയുള്ള അറിയപ്പെടുന്ന നെല്ലാമ്പ്ര വരക്കാരാജി ഒക്കെ പോലെയുള്ള വലിയ ആളുകളാണ് അന്നത്തെ പ്രഭുക്കളാണ്. അന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹിമാൻ വാഫഖി തങ്ങൾ ലോഹർ നിസ്കാരം കഴിഞ്ഞാലും അസ്ർ നിസ്കാരം കഴിഞ്ഞാലും ഒരു വലിയ സുന്നത്തിലൊക്കെ വല്ലാതെ ഇത് ശ്രദ്ധിച്ചിരുന്ന ആളാണ്. മൂപ്പര് സലാം വീട്ടി ഉടനെ അഴുതുങ്കരയിൽ വന്നിട്ട്, വലിയങ്ങാടിയിലെ പള്ളിയുടെ അഴുതുങ്കരയിൽ വന്നിട്ട് തലീകെട്ടിന്റെ ഉള്ളിൽ നിന്ന് ഈ തുപ്പി എടുത്തിട്ട് തല മറക്കാതിരിക്കില്ല. ബഹുമാനപ്പെട്ട വാഫഖി തങ്ങൾ തല മറക്കാത്തതായി ഒരു സമയത്തും ആരും കണ്ടിട്ടില്ല. സയ്യിദ് വാഫഖി തങ്ങളെയും കണ്ടിട്ടില്ല. KMCC മണ്ഡലം ജനറൽ സെക്രട്ടറി അനസ് യമാനി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം KK അസീസ് മുഖ്യപ്രഭാഷണം നടത്തി. പലപ്പോഴും ഞങ്ങളുടെയൊക്കെ അടുത്തെത്തുന്ന പല അപേക്ഷകളും ഖത്തർ KMCCയുടെ ആളുകൾക്ക് ഫോർവേഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ഫോർവേഡ് ചെയ്യപ്പെട്ട എല്ലാ ആളുകളെയും പരിഗണിച്ചുകൊണ്ട്, അതുപോലെ തന്നെ KMCCയിൽ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, പ്രാദേശികമായി അവർക്കറിയുന്ന ആളുകളെ ഒക്കെ നോമിനേറ്റ് ചെയ്യുമ്പോൾ അവരെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ലിസ്റ്റ് അവർ അയച്ചിട്ടുണ്ട്. അതിന് പുറമെ നമ്മുടെ നിയോജകമണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ പഞ്ചായത്ത് കമ്മിറ്റികൾ നേരിട്ട് സെലക്ട് ചെയ്യാവുന്ന തരത്തിൽ അവരെ ആളുകളെ തിരഞ്ഞെടുക്കാനും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയ തോതിലുള്ള സാമ്പത്തിക സഹായവും ഖത്തർ KMCC ഇന്ന് ഇവിടെ വിവിധ പഞ്ചായത്ത് കമ്മിറ്റികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ചികിത്സ, ഭവന നിർമ്മാണ, വിദ്യാഭ്യാസ ധനസഹായ വിതരണോദ്ഘാടനം നിയോജക മണ്ഡലം പ്രസിഡന്റ് P അബ്ദുറഹ്മാൻ നിർവഹിച്ചു. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി NK ബഷീർ, ട്രഷറർ രായൻ കീഴ്ശ്ശേരി, നിയോജക മണ്ഡലം KMCC കോർഡിനേറ്റർ ഇക്ബാൽ ദുറാനി, ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് മക്ബൂൽ തച്ചോത്ത്, ഹസൈനാർ മാരായമംഗലം, ജില്ലാ പ്രവർത്തക സമിതി അംഗങ്ങളായ മുഹമ്മദ് വാപ്പുട്ടി, CA ബക്കർ, സൽമാൻ കൂടമംഗലം, മൊഹസിൻ ചളവറ എന്നിവർ പ്രസംഗിച്ചു. CCN ചെർപ്പുളശ്ശേരി. EMS AKG ദിനാചരണങ്ങളുടെ ഭാഗമായി CPIM അമ്പലപ്പാറ ലോക്കൽ കമ്മിറ്റി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം M ഹംസ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പാർട്ടിയാക്കുന്നതിനു വേണ്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു വിപ്ലവ പാർട്ടിക്ക് ജന്മം കൊടുക്കുന്നതിന് വേണ്ടി, ആ വിപ്ലവ പാർട്ടിയുടെ ലക്ഷ്യങ്ങൾ എന്താണോ ആ ലക്ഷ്യങ്ങളിലേക്ക് വിപ്ലവ പ്രസ്ഥാനത്തെ എത്തിക്കുന്നതിനു വേണ്ടി ചിന്താപരമായും പ്രായോഗിക തലത്തിലും പ്രത്യയശാസ്ത്രപരമായും, പ്രത്യയശാസ്ത്രവും ചിന്തയും, ചിന്ത, പ്രത്യയശാസ്ത്രം, പ്രായോഗികത, ഇതെല്ലാം ഒരുമിപ്പിച്ചു ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്തിട്ടുള്ള നേതാക്കന്മാരാണ് EMS-ഉം AKG-യും. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CC രാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ K രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KP ഹരികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരം VT ഭട്ടതിരിപ്പാട് കോളേജിലെ വനിതാ വികസന വകുപ്പും ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ദ്വിദിന സൗജന്യ ചുമർ ചിത്രകലാ ശില്പശാല സംഘടിപ്പിച്ചു. VT ഭട്ടതിരിപ്പാട് കോളേജിൽ നടന്ന പരിപാടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലൈഫ് ലോങ് ആർട്ട് വിഭാഗം മുൻ അധ്യാപിക രാധിക രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ എൻ്റെ ടീച്ചർ ചുണ്ടുന്ന സാധനങ്ങളെല്ലാം എൻ്റെ മുന്നിൽ കൊണ്ടുചെയ്യും. അങ്ങനെ ഞാൻ ടീച്ചറെ എംബ്രോയിഡറി ചെയ്ത് കൊടുക്കും. ടീച്ചർ അത് പിന്നീട് സെയിൽ ചെയ്യും. അപ്പോൾ ആ ടീച്ചറാണ് എനിക്ക് പക്ഷേ എനിക്ക് കളറുകൾ, നൂലിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ ആദ്യമായി കാലമ്മ ടീച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർ ഇപ്പോൾ ഇല്ല. അതായത് ഞാൻ പഠിച്ചിറങ്ങിയിട്ട് ഒരുപാട് വർഷമായി. അപ്പോൾ
ആ സ്കൂളിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാം, ഇങ്ങനെ കളറിനോട് ഇഷ്ടം. പഠിക്കുന്നത് ഇഷ്ടമാണ്, പക്ഷെ അതിൽ കൂടുതൽ ഇഷ്ടം എനിക്ക് കളറിനോടും വരയ്ക്കാനൊക്കെ ആയിരുന്നു. പക്ഷെ അതെന്നെ എൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തത്. നമ്മളെങ്ങനെ ശ്വാസം എടുക്കുന്നോ അതുമാതിരിയാണ് എനിക്ക് കല. കാരണം ഇതില്ലാതെ ഒരു ദിവസം പോലും നമുക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പം ഈ വരുന്ന 2 ദിവസം തന്നെ ഞാൻ എൻ്റെ ക്ലാസ്സുകളൊക്കെ അടുത്ത ആഴ്ചയ്ക്ക് മാറ്റിയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ടീച്ചർ പറഞ്ഞ മാതിരി നമുക്ക് വിൽക്കാൻ മനസ്സ് വരില്ല. ശരിക്കും ക്യാൻവാസിൽ നോവലൊക്കെ ചെയ്താൽ വിൽക്കാൻ മനസ്സ് വരില്ല. മാർച്ച് 21, 22 തീയതികളിലായാണ് ശില്പശാല നടക്കുന്നത്. കോളേജ് സെമിനാർ ഹാളിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സരിത നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. കോളേജ് PTA വൈസ് പ്രസിഡന്റ് സുനിൽ, കോളേജ് വനിതാ വികസന സെൽ കോർഡിനേറ്റർമാരായ ദിവ്യ, ഡോക്ടർ വിജയശ്രീ, സിനു എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. EMS AKG ദിനാചരണത്തിന്റെ ഭാഗമായി പുരോഗമന കലാസാഹിത്യ സംഘം ശ്രീകൃഷ്ണപുരത്ത് സെമിനാർ സംഘടിപ്പിച്ചു. നവോത്ഥാനം, ദേശീയ പ്രസ്ഥാനം, കമ്മ്യൂണിസം, കേരളം വന്ന വഴികൾ എന്ന വിഷയത്തിൽ ഡോക്ടർ സുനിൽ പി ഇളയിടം പ്രഭാഷണം നടത്തി. ഈ മതം എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള ഗുരുവിൻ്റെ ആശയാവലികളെ ഏറ്റവും മനോഹരമായി സംഗ്രഹിക്കുന്ന ഒരു പ്രസംഗമാണത്. അതിലൊരിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, പാശ്ചാത്യ ചികിത്സാ സമ്പ്രദായം കണ്ടെത്തിയത് ക്രൈസ്തവരാണ് എന്നതുകൊണ്ട് ഇന്ത്യയിലെ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ പാശ്ചാത്യ ചികിത്സ സ്വീകരിക്കാതിരിക്കുന്നില്ലല്ലോ. ആയുർവേദം വയസ്കര മൂസതിൻ്റെതാണ് എന്നതുകൊണ്ട് ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ആയുർവേദ ചികിത്സ ഒഴിവാക്കുന്നില്ലല്ലോ. അടുത്ത വരി ഇങ്ങനെയാണ്, അഷ്ടാംഗ ഹൃദയം ബൗദ്ധരചനയായതുകൊണ്ട് ഏകാദശി നാളിൽ അഷ്ടാംഗ ഹൃദയം വായിക്കരുതെന്ന് മലയാള ബ്രാഹ്മണർ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഏകാദശി ദിവസം വലിവ് വന്നാൽ അഷ്ടാംഗ ഹൃദയം നിർദ്ദേശിക്കുന്ന ധന്വന്തരം ഗുളിക കഴിക്കാൻ മലയാള ബ്രാഹ്മണരും മടിക്കുന്നില്ലല്ലോ. അവസാനത്തെ വരി, ശരീരത്തിൻ്റെ രോഗങ്ങൾക്ക് മതഭേദം കൂടാതെ ചികിത്സയാകാമെങ്കിൽ ആത്മാവിൻ്റെ അന്വേഷണങ്ങൾക്ക് എന്തിനാണ് മതഭേദം? ഈ ആശയം ഒരുപക്ഷെ ഗുരുവിനെ സംഗ്രഹിച്ച ഒരാശയാണത്. ഗുരു പല മതസാരവും ഏകം എന്ന് പറയുന്നത് മറ്റേ ആത്മോപദേശ ശതകത്തിലാണ്. അത് 1894 ഗുരു ആശയത്തിലേക്ക് എത്തുന്നത്. അത് പിന്നെ അദ്ദേഹം പടിപടിയായി വികസിപ്പിക്കുകയും ഒരുപക്ഷെ കേരളീയ നവോത്ഥാനത്തിൻ്റെ വളരെ മൗലികമായ മറ്റൊരു സംഭാവന, ഞാനതിൻ്റെ ഒരു ചരിത്രം ഇങ്ങനെ വിടർത്തി ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. വളരെ മൗലികമായ സംഭാവന എന്ന് പറയാവുന്ന ഒരു ഘടകം, അത് മതത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിൽ കൊണ്ടുവന്ന മാറ്റം. മതത്തെ സംബന്ധിച്ച് 19-ാം നൂറ്റാണ്ട് അവസാനത്തെ മതസംവാദങ്ങളുടെ പരിസരവും കേരളീയ നവോത്ഥാനത്തിലൂടെ വികസിച്ചു വന്ന മതസംവാദ രീതിയും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. സ്വമത സമർത്ഥനവും പരമത ഖണ്ഡനവും എന്ന നിലയിലാണ് പൊതുവിൽ അന്നത്തെ മതവിചാരങ്ങൾ. താന്താങ്ങളുടെ മതത്തിൻ്റെ ശരി പറഞ്ഞുറപ്പിക്കുക, അന്യമതങ്ങളുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുക, ഇങ്ങനെ തങ്ങളുടെ മതത്തെ ശരിയായി സ്ഥാപിച്ചെടുക്കാനുള്ള വലിയൊരു പ്രവണത അന്നത്തെ മതാന്തര സംവാദങ്ങളിൽ വളരെ കൂടുതലുണ്ട്. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം K. ജയദേവൻ അധ്യക്ഷനായി. K. പ്രേംകുമാർ MLA, പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ സെക്രട്ടറി AP കേലു, B. രാജേഷ് എന്നിവർ സംസാരിച്ചു. ഹരികേഷ് കവിതയും മായ ഗാനവും ആലപിച്ചു. EMS AKG ദിനാചരണത്തിന്റെ ഭാഗമായി പുരോഗമന കലാസാഹിത്യ സംഘം, KSTA, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, SFI, AC നാരായണൻ സ്മാരക പഠന കേന്ദ്രം എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു ശ്രീകൃഷ്ണപുരത്ത് പരിപാടി നടത്തിയത്. CCN കടമ്പഴിപ്പുറം. മലപ്പുറം ചെമ്മാട് തലപ്പാറ മുട്ടിച്ചിറയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. മിനി ബസും ലോറിയും ഗുഡ്സ് ഓട്ടോയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. ഫ്ലക്സ് ബോർഡ് കയറ്റിപ്പോകുകയായിരുന്ന ഗുഡ്സ് ഓട്ടോയിൽ എതിരെ വന്ന ബസ് മറികടക്കാൻ ശ്രമിച്ചതാണ് അപകടത്തിന് കാരണമായത്. CCN മലപ്പുറം. ലോക ക്ഷയദിനാരോഗ്യ ജില്ലാതല പരിപാടികൾ തിങ്കളാഴ്ച മലപ്പുറത്ത് നടക്കും. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം ചെയ്യുമെന്ന് DMO ഡോക്ടർ R. രേണുക മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ന് മറ്റ് അസുഖങ്ങൾ, പ്രത്യേകിച്ച് TB, ഡയബറ്റീസിന്റെ എണ്ണം കൂടിക്കൊണ്ടുവരികയാണ്. അതുപോലെ HIV പേഷ്യൻസ്, ഇങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് TB ബാധിക്കാനുള്ള സാഹചര്യവും, അതുപോലെ 65 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ അല്ലെങ്കിൽ എൻഡോർഗൻ ഡാമേജ് ഉള്ള ആളുകൾ,
ഇവർക്കൊക്കെ മരണസാധ്യതയും വളരെയധികം കൂടുതലാണ്. ഈ ഒരു ഇത് ഞാൻ നേരത്തെ പറഞ്ഞ 100 ദിന TB പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസംബർ 7 മുതൽ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ അന്ന് നമുക്ക് ഏകദേശം 86% ആളുകളെ നമ്മൾ സ്ക്രീൻ ചെയ്തു കഴിഞ്ഞു. രാവിലെ കളക്ടറേറ്റ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിക്കുന്ന ക്ഷയരോഗ ദിനാചരണ റാലിയോടെയാണ് പരിപാടികൾക്ക് തുടക്കമാവുക. തുടർന്ന് 10 മണിക്ക് കുന്നുമ്മൽ മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുസമ്മേളനം നടക്കും. സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കളക്ടർ VR വിനോദ് അധ്യക്ഷനായിരിക്കും. മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി മുഖ്യാതിഥിയായിരിക്കും. ജില്ലാ മെഡിക്കൽ ഓഫീസർ R രേണുക മുഖ്യപ്രഭാഷണം നടത്തും. ഡോക്ടർ NN പരീലി, ഡോക്ടർ C ഷുപിൻ, KP സാദിഖ് അലി തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും കലാപരിപാടികളും അരങ്ങേറും. പരിപാടിയുടെ ഭാഗമായി മജീഷ്യൻ രാജീവ് മേമുണ്ട അവതരിപ്പിക്കുന്ന ക്ഷയരോഗ ദിന സന്ദേശ മാജിക് ഷോ എന്നിവയും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R രേണുക, ജില്ലാ TB ഓഫീസർ ഡോക്ടർ ഷുപിൻ, ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ KP സാദിഖ് അലി, DRB കോർഡിനേറ്റർ ജേക്കബ് ജോൺ, ഫിറോസ് ഖാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം. മലപ്പുറം ആലത്തൂർപ്പടി മച്ചങ്ങലിൽ മരത്തിന്റെ കൂറ്റൻ ശിഖരം ഓടിക്കൊണ്ടിരിക്കുന്ന ടിപ്പർ ലോറിക്ക് മുകളിൽ പൊട്ടിവീണു. ലോറിയുടെ ക്യാബിനും സ്റ്റിയറിംഗിനും ഇടയിൽ കുടുങ്ങിയ ഡ്രൈവറെ അഗ്നിരക്ഷാസേന എത്തിയാണ് പുറത്തെടുത്തത്. ക്യാബിനുള്ളിൽ കുടുങ്ങിയ അമീറിനെ ഹൈഡ്രോളിക് സ്പെഡർ ഉപയോഗിച്ച് ക്യാബിൻ പൊക്കി നിർത്തിയ ശേഷമാണ് പരിക്കുകളേൽക്കാതെ പുറത്തെടുത്തത്. ലോറിക്കും കാറിനും കേടുപാടുകൾ സംഭവിച്ചു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലപ്പുറം ഷാബാസ് ഷെരീഫ് വധക്കേസിൽ മുഖ്യപ്രതി ഷൈബിൻ അഷറഫിന് 13 വർഷവും 9 മാസവും ശിക്ഷ. ഏറെ കോളിളക്കമുണ്ടാക്കിയ ഷാബാസ് ഷെരീഫ് വധക്കേസിൽ 3 പേർ കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതിയുടേതാണ് വിധി. ഗജവീരന്മാർ, ഇണക്കാളകൾ, അലങ്കാരത്തേര്, കുതിര, കാളകൾ ഇവയെല്ലാം സംഗമിച്ച് കോത്തക്കുറിശി ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിൽ പൂരം വർണ്ണാഭമായി. ഒഴുകിയെത്തിയ 10,000 ചേറമ്പറ്റക്കാവിൽ അരങ്ങേറിയ ചാരുതയാർന്ന പകൽപൂരത്തിന് സാക്ഷികളായി. മലപ്പുറം ആലത്തൂർപ്പടി മച്ചിങ്ങലിൽ മരത്തിന്റെ കൂറ്റൻ ശിഖരം ഓടിക്കൊണ്ടിരിക്കുന്ന ടിപ്പർ ലോറിക്ക് മുകളിൽ പൊട്ടിവീണു. ലോറിയുടെ ക്യാബിനും സ്റ്റിയറിംഗിനും ഇടയിൽ കുടുങ്ങിയ ഡ്രൈവറെ അഗ്നിരക്ഷാസേനയെത്തിയാണ് പുറത്തെടുത്തത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.